ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ഡൈവേഴ്സായി നിൽക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭർത്താവില്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടികളൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ അവരുടെ അനുഭവിച്ച കാര്യങ്ങൾ ആർക്കും മനസ്സിലാവില്ല. കുടുംബക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർക്കോ ഒന്നും മനസ്സിലാവില്ല. അവരുടെ സൈഡ് അവർ സപ്പോർട്ട് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഈ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ലൈഫിൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ കാര്യം മാത്രമല്ല, പൊതുവെ കേട്ടോ. അപ്പോ ഇത്രയും കാലം ഇല്ലാത്തതാണ് ഇന്നലെ അവിടെ കരഞ്ഞിരുന്ന് വന്ന് പറഞ്ഞത് അല്ലെ. നമുക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. അതിലും ആ പെൺകുട്ടി, അതായത് അമൃത സുരേഷ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെ ദയവ് ചെയ്ത് നമ്മൾ ദ്രോഹിക്കരുത്, അതാണ് പറയുന്നത്. കാരണം ഒരു സ്കൂൾ പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ സ്കൂൾ പോകുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികൾ, അവരുടെ ഫ്രണ്ട്സുമാര്, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂസ് വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ആ പിഞ്ചു കുഞ്ഞിനെയും കൂടെ മനസ്സിലോട്ടാണ് ഇതൊക്കെ. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ നേരം വീഡിയോ സംസാരിച്ചു, പക്ഷെ വീഡിയോ ഓഫായി പോയി. അപ്പോൾ വീണ്ടും പുതിയതായിട്ട് എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ കണ്ടതാണ്. അതായത് അമൃത സുരേഷ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അമൃത സുരേഷ് അല്ലെ. അപ്പൊ അമൃത സുരേഷിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിഷമം തോന്നില്ല സത്യം പറഞ്ഞാൽ. കണ്ണിന്ന് വെള്ളം വരാതെ അല്ലെങ്കിൽ കരയാതെ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റില്ല. കാരണം നമ്മൾ പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരിടയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്തെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും അല്ലെ. അത് സത്യമാണ്, എല്ലാവർക്കും കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ഇപ്പോൾ പേഴ്സണലി എനിക്ക് ഈ പറഞ്ഞ, അതായത് നമ്മുടെ ആക്ടറായ നമ്മുടെ ഈ ബാലചേട്ടൻ എന്ന് പറഞ്ഞ ബാലചേട്ടനെ എനിക്ക് എന്താ പറയുക ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്ന സമയത്തും അവർ വയ്യാതെ കിടക്കുന്ന സമയത്തൊക്കെ ദൈവമേ ഒരാപത്തും വരുത്തരുത് എന്നൊക്കെ ഒരുപാട് നമ്മൾ പ്രാർത്ഥിച്ച ഇതാണ്. അതേപോലെ തന്നെ എന്താ പറയുക പാവമായ ഒരാള് എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നതും എല്ലാം ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഇന്നത്തെ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് വിഷമവും ദേഷ്യവും എല്ലാം തോന്നിയിട്ടോ. നമുക്കിത് തോന്നേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാതിരിക്കാം നിനക്ക് എന്തിൻ്റെതാണെന്ന്. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് അങ്ങനെ ഒരു തോന്നി. എനിക്ക് ഒന്ന് മാത്രമേ പറയാം. അതേപോലെ തന്നെ ആ ആകെപ്പാടെ 12 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ എല്ലാവരും ഇപ്പോൾ വീഡിയോ ഇട്ടാക്കിയിട്ട് അതിന്റെ ഇടയിലൊക്കെ പോയിട്ട് കമന്റുകൾ ഇടുന്നത് ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു കുട്ടി മുന്നിൽ വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ആരും ബ്രെയിൻ വാഷ് ചെയ്യോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുക്കുക ഒന്നും വേണ്ട. ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ തട്ടിയ വിഷമങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങളാണ് ആ കുട്ടി വന്ന് പറയുന്നത്. അതായത് എനിക്ക് ഇങ്ങനെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ഛനോട് ഇഷ്ടമില്ലെന്നാണ് ആ കൊച്ചു പറയുന്നത് അല്ലെ. നമ്മുടെ നിർബന്ധപ്രകാരമാണ് ആ കൊച്ചു ഹോസ്പിറ്റലിൽ പോലും അത്രയും സീരിയസ് ആയി കിടക്കുമ്പോൾ കാണാൻ പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവര് അതായത് ഒരുപാട് പെൺകുട്ടികൾ ലൈഫ് വന്ന് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇത് ചില പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ചില പ്രശ്നങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവരുന്നു. അതറിയാതെ ലോകം അറിയാത്ത എത്രയോ പെൺകുട്ടികളുടെ പ്രശ്നങ്ങളുണ്ട് അല്ലെ. ചിലരൊക്കെ നമ്മൾ ഇത്രയും കാലമായിട്ട് അമൃത ഏതൊരു ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ വിഷമങ്ങളായിട്ട് ഇങ്ങോട്ട് പോകുന്നല്ലാതെ ഇന്ന് വരെ ഒരു മീഡിയയിലോ ഒരു ചാനലിന് വേണ്ടിയിട്ടോ ബാല എന്ന വ്യക്തി അല്ലെങ്കിൽ ബാലചേട്ടനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു അനാവശ്യ കാര്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം പറയാതെ മുന്നോട്ട് പോയി. ഈ 9 വർഷം കണ്ടായ അവർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം ഒറ്റയ്ക്ക് ജീവിച്ച് അല്ലെങ്കിൽ അവരവരുടെ കഴിവുകൾ വെച്ച് നല്ലൊരു, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു പാട്ട് ഗായികയാണ് അല്ലെ. അപ്പോൾ ഒരുപാട് ഈ ടാലന്റ് ഉള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഇതൊക്കെ വെച്ചിട്ട് അവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇതാക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടങ്ങൾ പെടണം അല്ലെ. പ്രത്യേകിച്ച് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ഡൈവേഴ്സായി നിൽക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭർത്താവില്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടികളൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ അവരുടെ അനുഭവിച്ച കാര്യങ്ങൾ ആർക്കും മനസ്സിലാവില്ല. കുടുംബക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർക്കോ ഒന്നും മനസ്സിലാവില്ല. അവരുടെ സൈഡ് അവർ സപ്പോർട്ട് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഈ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ലൈഫിൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ കാര്യം മാത്രമല്ല, പൊതുവെ കേട്ടോ. അപ്പോ ഇത്രയും കാലം ഇല്ലാത്തതാണ് ഇന്നലെ അവിടെ കരഞ്ഞിരുന്ന് വന്ന് പറഞ്ഞത് അല്ലെ. നമുക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. അതിലും ആ പെൺകുട്ടി, അതായത് അമൃത സുരേഷ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെ ദയവ് ചെയ്ത് നമ്മൾ ദ്രോഹിക്കരുത്, അതാണ് പറയുന്നത്. കാരണം ഒരു സ്കൂൾ പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ സ്കൂൾ പോകുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികൾ, അവരുടെ ഫ്രണ്ട്സുമാര്,
ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂസ് വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ആ പിഞ്ചു കുഞ്ഞിനെയും കൂടെ മനസ്സിലോട്ടാണ് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ പോകുന്നത് അല്ലെ. അപ്പൊ നമ്മളായിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫിലോട്ട് കയറി വന്നിട്ട്? എന്തായാലും നിങ്ങളുടെ ഇതായിട്ട് നിങ്ങൾ എന്താ പറയാ, കോടതി എല്ലാ ഇതും കാര്യം നിങ്ങൾ സെപ്പറേറ്റ് ആയി നിങ്ങൾ ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞ് എന്തൊക്കെ കേൾക്കണം. ആ കുഞ്ഞിപ്പോൾ ആ വീഡിയോ ചെയ്തതിൻ്റെ ഇടയിൽ എന്തെല്ലാം മെസ്സേജുകളായിട്ട് നിങ്ങൾ ഈ മെസ്സേജ് ഇടുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളുടെ കുടുംബത്തിലും കുട്ടികളുണ്ട്, നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ഉണ്ട്. നമുക്ക് നാളെ മേലെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ നിങ്ങൾ ആരും ആലോചിക്കാതെയാണ് നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയോ തോന്നുന്നത് വെച്ചിട്ട് ഒരു പിഞ്ചു കുട്ടി, അതായത് 12 വയസ്സേ ഉള്ളൂ ആകെ അല്ലേ, ആ കുട്ടിയുടെ കമന്റ് വീഡിയോ ഇട്ടതിന്റെ കമന്റുകൾ എന്തൊക്കെ കമന്റുകളാണ് നിങ്ങൾ അവിടെ ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നറിയാം. നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒരിക്കലും വിഷയം നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്യുന്നത് നമുക്കറിയില്ല. എന്തിനാണ് ഒരാളെ നമ്മൾ ഇത്രത്തോളം ദ്രോഹിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞ് നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹമാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ആ കുട്ടിയുടെ ഇഷ്ടത്തിന്, അതായത് ഒരുപാട് എല്ലാവരും സഹിക്കാൻ പറ്റാത്ത സമയങ്ങളിലാണ് ഇങ്ങനെ ഓരോരുത്തരും പ്രതികരിക്കുക. ആ കുട്ടിക്ക് ഇപ്പോൾ പ്രതികരിക്കേണ്ട സമയം വന്നു. ആ കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മ, അതായത് അമൃത സുരേഷിന് ഒരുപാട് വിഷമം, അവരുടെ കുടുംബത്തിലെ ഫാമിലിയിൽ ഭയങ്കര വിഷമങ്ങൾ വരുന്ന സമയം കൊണ്ടാണ് ആ കുട്ടിയായിട്ട് ഒരു വീഡിയോ ചെയ്ത് ഇട്ടിരിക്കുന്നത് അല്ലേ. കാരണം ആ കുട്ടിക്ക് പറയാനുള്ള റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഇതുണ്ട്. 1 വയസ്സായ കുഞ്ഞല്ല അത്, 12 വയസ്സായ ഒരു കുഞ്ഞാണ്. അപ്പോൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ അവിടെ അനുഭവിച്ച വിഷമങ്ങൾ എന്തൊക്കെയാണ്. പിഞ്ച്, അതായത് 3 വയസ്സിലായാലും ശരി, ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങൾ ആ കുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഇഷ്ടമല്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ടാവുന്നു കേട്ടോ, മെമ്മറി ഫുള്ളാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പം ഞാൻ അവിടെ മീനിനെ വെച്ചിരിക്കുകയാണ്, ഇവിടെ നിർത്തിയിരിക്കണം ഓഫ് ആവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരച്ഛനെ ഒരു കുഞ്ഞ് വെക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ 3 വയസ്സുള്ള കുഞ്ഞിനെ ഇതൊക്കെ അറിയാൻ പറ്റും. കാരണം ആ കൊച്ചിനൊന്നും പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെറിയ പ്രായങ്ങളിലുള്ളത് 2 വയസ്സ് 2.5 വയസ്സിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ നമുക്ക് പറ്റും അല്ലേ. അപ്പൊ ആ കൊച്ചിന്റെ അമ്മയെ ദ്രോഹിക്കുന്നതും അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മ മുറിവ് ഏൽപ്പിക്കുന്നതും ഒരച്ഛൻ എന്ന സ്ഥാനത്ത് അവര് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇതെല്ലാം കണ്ടു വളർന്ന കൊച്ചായതുകൊണ്ട് തന്നെ ആ കൊച്ചിന്റെ മനസ്സിൽ ആ കൊച്ചിന്റെ അച്ഛനെ എന്താ പറയാ, അങ്ങനെ ഒരു ഇതാണ് കണ്ടിരിക്കുന്നത്. അയ്യോ, ഒരു പേടി ഭയത്തോടു കൂടി നമ്മൾ കാണില്ല. അങ്ങനത്തെ ഒരു ഇതൊരു കുട്ടികളുടെ മനസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ അച്ഛനോടുള്ള സ്നേഹം നമുക്ക് വരില്ല, ഏതൊരു കുട്ടികൾക്കായാലും വരില്ല. അപ്പോ ആ കുട്ടിയുടെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്തായാലും ഡൈവേഴ്സ് ആയി, എത്ര ആയാലും അച്ഛനല്ലാതെ ഇരിക്കത്തില്ലല്ലോ എന്ന് കരുതി അമൃത പറഞ്ഞ സമയത്താണ് ആ കൊച്ചു കാണാൻ കൂടി നിർബന്ധിച്ചിരിക്കുന്നത്. അല്ലാതെ ആ കുട്ടി പറയണേ എനിക്ക് കാണാനേ ഇഷ്ടമല്ല, എനിക്ക് സ്നേഹം ഒന്നും വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിൽ അത്രത്തോളം വിഷമങ്ങൾ കയറിയതുകൊണ്ടാണ് ആ കൊച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ വേദനകൾ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. ആ കുഞ്ഞിന്റെ അമ്മയെ ദ്രോഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കുഞ്ഞിനെ പറയുന്നുണ്ടല്ലോ, പല കാര്യങ്ങൾ. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇല്ലാതാവുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 പേരിൽ നിന്ന് അയ്യോ ഇത്ര നല്ല മനുഷ്യനായിരുന്നു അല്ലേ എന്ന് ആ ഒരു ഇതല്ലേ വേണ്ടത്. നമ്മൾ എത്ര വലിയ കോടീശ്വരനായിക്കോട്ടെ, എന്തെല്ലാം നമുക്ക് ഉണ്ടായിക്കോട്ടെ, നമ്മൾ ലാസ്റ്റ് ഈ ഭൂമി വിട്ടു പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ആകെപ്പാടെ കിട്ടുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെപ്പോഴും സ്നേഹം എന്ന് പറയാം. അതുപോലെ തന്നെ ബാലചേട്ടൻ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയാം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, കുറേ കൽപ്പി, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളുടെ കാര്യം നോക്കി പോകുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളെ നമ്മൾ എന്തിനാണ് വെറുതെ കുത്തി കളിയാക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് ഇപ്പൊ ഇവര് മാത്രമല്ല, ഏതൊരു ഭർത്താവായ അതാണ്, അവർക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, അവർ സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചു എങ്കിൽ അവരുടെ വഴിക്ക് പോവും, അത്രേ ഉള്ളൂ. കാരണം പിന്നീട് അവരും നിങ്ങളെ ദ്രോഹിക്കാൻ വരില്ല, നിങ്ങളും അവരെ ദ്രോഹിക്കാൻ പോകാതിരിക്കുക. അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള എന്താണോ വെച്ചിട്ട് അവർ ജീവിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ. ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വേണ്ടത് മനസ്സമാധാനമാണ് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് സേഫ് ആണ് വേണ്ടത്. അയ്യോ നമുക്ക് നാളെ മേലെ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താവെന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. എപ്പോഴും ഈ പേടിച്ചിട്ടും നമുക്ക് നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നാളെ നമ്മൾ എന്തെങ്കിലും ചെയ്യോ, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഈ ലോകത്ത്. ചിലവരത് പറയുന്നു, ചിലരത് പറയുന്നില്ല. ഇത് അറിയാതെ ലോകം ഒരുപാട് പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട് ലോകത്ത്. അപ്പൊ എനിക്ക് ഈ വീഡിയോ കണ്ട പേഴ്സണലി നമ്മളൊക്കെ ചിലപ്പോൾ അത് കൂടെ നിങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ കടന്നു പോയതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഒരാളെ നമ്മൾ എന്താ പറയാ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ പോകാതിരിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തിനാണ് നമ്മൾ ഉപദ്രവിക്കുന്നത്? ആ കൊച്ചു പറയുന്ന കേട്ടില്ലേ, എന്താ പറയാ, എനിക്ക് ഒന്നും തരണ്ട, ഞങ്ങളൊന്ന് വിട്ടാൽ മതി. അതായത് അവരുടെ ഇതിന് ജീവിക്കാൻ വിടുക. കാരണം വീണ്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ മനസ്സിൽ വീണ്ടും
നമ്മൾ വിഷമങ്ങളാണ് കൊണ്ടുവരുന്നത്. ആ കൊച്ചു സ്കൂളിൽ പോകുന്ന കൊച്ചല്ലേ, ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ഫ്രണ്ട്സുമാരൊക്കെ ആരെങ്കിലുമൊക്കെ അവരുടെ വീട്ടിൽ വീഡിയോസ് കാണുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തോരം വിഷമം ഉണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളൊരു അച്ഛൻ എന്ന നിങ്ങൾ ആ കുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പാപ്പു എന്ന് പറഞ്ഞ കുഞ്ഞിനെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും, അയ്യോ എൻ്റെ മോള് എൻ്റെ ഇതാണ്, ഇനി ഞാൻ ഇതാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഇത് നിങ്ങൾ ആ കൊച്ചിൻ്റെ അടുത്ത് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ബാലചേട്ടന് പറയാനുള്ളത്, ഇനി ദയവിച്ച് നിങ്ങൾ അവരെ ദ്രോഹിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അവരെ അവരുടെ വഴിക്ക് വിടുക, അവരുടെ ജീവിതം അവര് പോയി സുഖമായിട്ട് ജീവിക്കട്ടെ. അവരെ കൊണ്ട് പറ്റാവുന്ന, അതുപോലെ തന്നെ അവരെ കൊണ്ട് പറ്റാവുന്ന, അമൃതയെ കൊണ്ടായാലും ശരി, അഭിരാമയെ കൊണ്ടായാലും ശരി, അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കി, നല്ല ആ കുഞ്ഞിന്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വിഷമം വരാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഇടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്, എന്താ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ചെയ്യേണ്ടത് ഈ കാര്യമാണ്. അല്ലാതെ അവരെ ചുമ്മാ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലിട്ടിട്ട്, ഈ ഒരു പബ്ലിക്കിന്റെ മുന്നിലിട്ടിട്ട് അവർ ചെയ്ത്, അതായത് പല കുടുംബങ്ങളിലുള്ളതാണ്, അതായത് ഒരു പെൺകുട്ടി സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് ആയിട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടി അവള് ശരിയല്ല, എല്ലാ കുറ്റങ്ങളും അവളുടെ തലയ്ക്ക് മാത്രമാണ് ഇടുക. അതല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇതിൽ എന്താണ് കാരണം, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ പെൺകുട്ടി അനുഭവിച്ച വിഷമങ്ങൾ എന്തായിരിക്കും ആരും ആലോചിക്കുന്നില്ല. എന്തൊരു പ്രശ്നം വന്നാൽ ആ പെൺകുട്ടികളുടെ, അതായത് നീ കാരണമാണ് എന്നല്ല നിങ്ങൾ ഇടേണ്ടത്. ആ കുട്ടി അനുഭവിച്ച ഓരോരോ പെൺകുട്ടികളും അവരുടെ ലൈഫിലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരെ കൊണ്ട് പറ്റാതാവുന്ന സമയത്താണ്, ചില സിറ്റുവേഷൻസിലാണ് അവർ ഓരോരോ കാര്യങ്ങളും അയ്യോ ഇതെനിക്ക് ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ലോകം അറിയാതെ എത്രയോ പെൺകുട്ടികളെ എല്ലാം സഹിച്ചും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അമൃത എവിടെയെങ്കിലും ബാലചേട്ടനെ പറ്റിയിട്ട് ഇന്നലത്തെ ആ വീഡിയോയിൽ പോലും ഒന്നും പറഞ്ഞു ഞങ്ങളെ ജീവിക്കാൻ വിടൂ, ഒന്നും ഇതാ കൊച്ചിനെ വെറുതെ വിടൂന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആരെയും ഇന്ന് വരെ അത് അത്രയ്ക്കും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ എതിർപ്പ് ഇതായിട്ട് അത് എതിർത്തിട്ട് പോലും ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടായി സ്നേഹിച്ചിട്ട് ആ കുട്ടി കല്യാണം എന്ന സംഭവത്തേക്ക് എത്തിയിരിക്കുന്നു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഉറപ്പായിട്ടും നമ്മളായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചതാണ്. അപ്പൊ നമ്മുടെ ലൈഫ് അത്യാവശ്യം നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ തന്നെ നോക്കുള്ളൂ. ഏതൊരു പെൺകുട്ടിയെ അങ്ങനെ നോക്കുള്ളൂ. പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആ പെൺകുട്ടി ആ ഒരു ഇതിൽ വേണ്ടെന്ന് വെച്ച് പോകാൻ കാരണം. ജീവൻ മാത്രം മതി എനിക്ക്, എൻ്റെ കൊച്ചിൻ്റെ എൻ്റെ ജീവൻ മാത്രം മതി ഇവൻ്റെ എന്തോ ആ ഒരു കാര്യം ചെയ്ത് നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാം അല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ ചില മനുഷ്യരെ നമുക്ക് സൈക്കോ അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള ചില ആൾക്കാരെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഏത് സമയത്ത് നമുക്ക് എന്ത് നടക്കാം അല്ലെ, ആരുടെയും കയ്യിലല്ല നമ്മളുടെ. അപ്പോൾ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഞാനും ഒരു സ്ത്രീയാണ്, ഞാനും ഒരു പെൺകുട്ടിയാണ്. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ തലയിൽ മാത്രം നമ്മൾ ഇടാൻ ശ്രമിക്കരുത്. ഓപ്പോസിറ്റും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ എത്ര കാലം നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾക്ക് എത്ര മറച്ചു വയ്ക്കാൻ പറ്റും? ആ മറച്ചു വെച്ചിട്ട് ബാക്കി മറ്റുള്ള ഓപ്പോസിറ്റ് ആ പെൺകുട്ടിയുടെ തലയിൽ മാത്രം നിങ്ങൾ കുറ്റങ്ങൾ ഇതാക്കരുത്. അപ്പോൾ രണ്ട് സൈഡിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഇല്ലാതെ അല്ല ഉണ്ടാവും. അപ്പോൾ ഒരാളെ മാത്രം നിങ്ങൾ പറയരുത്, അല്ലെങ്കിൽ നീ കാരണമാണ്, അല്ലെങ്കിൽ നീയാണ് അങ്ങനെ ചെയ്ത്, നീ ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ ആരും അവരായിട്ട് ദ്രോഹിക്കാതിരിക്കുക. നിങ്ങളുടെ അടുത്ത് ആരത്തും ഒരു ശല്യത്തിനും അവർ വരുന്നില്ലല്ലോ അല്ലെ. അപ്പൊ അവരുടെ ജീവിതം അവർ സേഫായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. കഷ്ടങ്ങളിലൂടെ അവർ നിങ്ങളടുത്ത് വന്നിട്ട് എന്തെങ്കിലും കഷ്ടങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവരുടെ കഷ്ടങ്ങളായാലും ദുഃഖങ്ങളായാലും അവരനുഭവിക്കുന്ന വേദനകളായാലും അവർ മാത്രമാണ് അനുഭവിക്കുന്നത്. അതിൽ നമ്മൾ ആരും പോയിട്ട് നമുക്ക് ആ വേദന എടുത്തിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരാൾ പറയുന്നതിൽ സത്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഇത്രയും ആ പെൺകുട്ടി, അതായത് അമൃത സുരേഷ് ഇങ്ങനെ വന്ന കരഞ്ഞ വീഡിയോ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും പറയാത്തതാണ്, ഇത്ര കാലം പറയാതെ വെച്ചോ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്. അതിന് മറ്റുള്ള ഓപ്പോസിറ്റുള്ള ആളാണ് അതിനുള്ള ഇത് കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കാതിരിക്കുക. ദയവശം എനിക്ക് ബാലചേട്ടനോട് അതേ പറയാനുള്ളൂ. കാരണം നിങ്ങൾ വെറുതെ അവരെ ദ്രോഹിക്കാതിരിക്കുക. നമ്മുടെ എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ ആ കുഞ്ഞിനെ നിങ്ങൾ യഥാർത്ഥമായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല. അതായത് ആ കുഞ്ഞിന്റെ അമ്മയാണല്ലോ അമൃത അല്ലേ, എന്നിട്ടല്ലേ എന്താ പറയാ നിങ്ങളുടെ ഭാര്യയായിരുന്നു ആ കൊച്ചിന്റെ അമ്മയാണ്. അപ്പൊ ആ കൊച്ചിന്റെ അമ്മ എന്നുള്ളൊരു സ്ഥാനം ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ കൊച്ചിന്റെ അമ്മയെ പറഞ്ഞാൽ ആ കൊച്ചിന് വേദനിക്കത്തില്ലേ? ആ കൊച്ചിന്റെ അമ്മയെ പറ്റി ഒരാൾ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന് വിഷമയാവില്ലേ? ആ ഇത് നിങ്ങൾ ആലോചിക്കാൻ ചിന്തിക്കാതെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ ദയവ് ചെയ്ത് ഇന്നെങ്കിലും നിങ്ങൾ ദ്രോഹിക്കാതിരിക്കുക. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതത്തിലൂടെ ഓരോരോ പ്രശ്നങ്ങളും കടന്നു പോകുന്നുണ്ട്.
ചിലതെല്ലാം നമ്മൾ പറയുന്ന പോലെ അറിയുന്നു ലോകം, ചിലതൊന്നും അറിയാതെ ഇരിക്കുന്നു. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പെൺകുട്ടികളുടെ മാത്രം എന്താ പറയുക തലയിലോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുക. ഓപ്പോസിറ്റും ഉണ്ടാവും പല പ്രശ്നങ്ങളും. അത് അവരുടെ സൈഡ്, അവർക്ക് ചിലപ്പോൾ പൈസയുടെ ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചിലപ്പോൾ അത് മറച്ചു വെക്കുന്നു അല്ലേ. അത് ഓരോരുത്തരുടെ രീതി, അത്രയും ഞാൻ പറയാം. എന്താ പറയുക, നമ്മൾ പറയുന്നില്ലേ, നമ്മളിപ്പോൾ ഒരാളുടെ മേലെ മാത്രം നമ്മൾ കുറ്റങ്ങൾ ഇതാക്കുന്ന സമയത്ത് അത് ദൈവം എന്നൊരാൾ കാണുന്നുണ്ട്, അതിനുള്ളത് ദൈവം ഉണ്ടാകും, അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് ഇന്നലെ ഒരുപാട് വിഷമമായിട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്താടാ ഇത്, ഇങ്ങനെ ഇത്രയും ഒക്കെ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു ഇത് എനിക്ക് ഇതുവരെ എനിക്ക് അമൃത സുരേഷ് എന്നൊരു വ്യക്തിയോട് എനിക്ക് അത്ര വലിയൊരു ഇത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലത്തെ ആ വീഡിയോ കണ്ടതോടുകൂടി എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അതായത് ഈ ഇത്രയും വിഷമങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന കുറേ പേരുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇതുവരെ അത്ര വലിയ അമൃത സുരേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യനെറ്റിൽ ഐഡിയ സ്റ്റാർസിൽ വന്നൊരു പെൺകുട്ടി അത്ര മാത്രം ഉണ്ടാകും. പക്ഷെ ഇന്നലെ തൊട്ട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹം ആ കുട്ടർത്ത് എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ എന്തൊക്കെ അനുഭവിക്കണം, ഒരു പെൺകുട്ടി ഒന്ന് ഡൈവേഴ്സ് ആയാലോ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഇല്ലാതെ ജീവിച്ചു പോകുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് അല്ലേ. അതായത് ചില ആൾക്കാരെ എങ്ങനെ വെച്ചാൽ ഹസ്ബൻഡ് വീട്ടുകാർ അവരുടെ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ്, ചില കുടുംബങ്ങളിലെ ആ പെൺകുട്ടി, അതായത് ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലാതെ അവരുടെ ആ പെൺകുട്ടിയുടെ മേലായിരിക്കും ഉള്ള കുറ്റങ്ങൾ മാത്രം ചേർക്കുന്നത്. പക്ഷെ അവരുടെ വീട്ടിലൊരു ഓപ്പോസിറ്റ് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് അവരുടെ കുടുംബക്കാരായാൽ പോലും മറച്ചു വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ മേലെയാണ് ഫുൾ തെറ്റെടുത്തിടുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ദയവ് ചെയ്ത് ആ 12 വയസ്സായ കുഞ്ഞ് പാപ്പുവിനെ നിങ്ങൾ ദ്രോഹിക്കാതിരിക്കുക. മീഡിയക്കാരായാലും ശരി, വെറുതെ ആ കൊച്ചിനെ ഇട്ടിട്ട് കമൻറ്റുകൾ വരുന്ന സമയത്ത് വെറുതെ അതിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. കാരണം പിഞ്ചു കുഞ്ഞാണ് അല്ലേ. അപ്പോൾ അതിനെ ഇട്ട് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു കമൻറ്റ് എങ്ങനെ ഇടേണ്ടതെന്ന് പോലും അറിയുന്നില്ലേ. എന്തുവാ ഇത്, ആ കുട്ടി ചെയ്തൊരു വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾ എന്തൊക്കെ പോയിട്ട് കമൻറ്റ് പറയുന്നത്. ഒരു കൊച്ച് 12 വയസ്സായ കുഞ്ഞിൻ്റെ അടുത്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നാളെ നമുക്ക് എന്ത് വരുമെന്ന് നിങ്ങൾ ഊഹിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും നമുക്കറിയില്ല. അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നന്നായിരിക്കുന്നത് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇരിക്കുന്നത് വരെ എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമായിട്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. നിങ്ങൾ അവർക്ക് ഒരു ഹെൽപ്പോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും സ്നേഹിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് സ്ട്രഗിളിലൂടെ പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അല്ലേ. എല്ലാവരും ഒരു പെൺകുട്ടിയായി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് അത് ചിലരൊക്കെ പറയുന്നു സ്വയം മറ്റുള്ളവർ ഇല്ലാതാവുന്നു, അങ്ങനെ എത്രയോ ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്കിതൊന്ന് പറയണം തോന്നി, കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അപ്പോൾ എനിക്കിത് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഉപദ്രവിക്കാതിരിക്കുക. ഇനിയെങ്കിലും അവരെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്കുക. അവർക്ക് നിങ്ങളുടെ അടുത്തൊക്കെ നുണ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഇത്രയും നുണകൾ അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതുകൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ മനസ്സ് തുറന്ന് അവളുടെ കണ്ണിന്ന് വെള്ളം വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. ഒരാൾ പറയുന്നത് എല്ലാം നുണയാണെന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. എന്ത് വേണമെങ്കിലും പറയുമെന്ന് നിങ്ങൾ കരുതാതിരിക്കുക. അവരവർ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴേ അവരവർക്ക് അറിയുള്ളൂ വേദന വിഷമം എന്താണെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇനി ദയവ് ചെയ്ത് അവരെ ഇട്ടിട്ട് നിങ്ങൾ ആരും ഇതാവാതിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. പലർക്കും ടാറ്റാ, ലവ് യു, സെലിബ്രിറ്റീസ്.